ഇവൻ എവിടെ പോയി കിടക്കുക? അവൻ വന്നില്ലെങ്കിൽ സംഗതി പറയും. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനാ വടക്കേക്കാരക്കാർ വന്നിരിക്കണേ. എന്തെങ്കിലും കൊനശുകൾ ഇറക്കി തിടമ്പ ഒരു കയ്യിലാക്കും. അനുജത്തിനറിയാമല്ലോ, അവൻ ഇടഞ്ഞ കൊമ്പന. നിങ്ങൾ ധൈര്യമായില്ല. അവൻ ഇടഞ്ഞ കൊമ്പനാണെങ്കിൽ ആനപ്രേമി കൃഷ്ണപ്രസാദ് തെളിഞ്ഞ കൊമ്പന. പാല് പോലെ തെളിഞ്ഞ കൊമ്പൻ. ഇവൻ രാമേന്ദ്രൻ ഈ ആനത്തറവാട്ടിലെ പ്രമാണിമാരിൽ ഒരാളാണ്. കണ്ടാ നമ്മുടെ നാടനാനയാണെന്ന് തോന്നുമെങ്കിലും ആള് ആസാമുകാരനാ. ആനശാസ്ത്രത്തിൽ പറയുന്ന ഒട്ടുമുക്കാൽ ലക്ഷണങ്ങളും ഒത്തുചേർന്ന് ഒരുത്തനവൻ. ഇവനൊരു ഇരട്ടപ്പേരുണ്ട്, വീരപ്പൻ. അത് മൂപ്പർക്ക് കാടിനോട് വലിയ കമ്പ. അതിപ്പോ ചെറിയ പൊന്തക്കാടായാലും മതി, അപ്പൊ അതിലേക്ക് അങ്ങോട്ട് ഓടും. അങ്ങനെ വീണ പേരാ. വലിയ പരിഷ്കാരിയല്ലേ, അങ്ങ് വൈറ്റ് ഹൗസിൽ താമസിക്കേണ്ട ആളാ. പ്രസാദാ, സത്യം പറയാലോ, ഈ ആനക്കോട്ടയിലെ ആനകളെക്കാൾ ഞങ്ങൾ ആകർഷിച്ചതേ ഈ ആനക്കമ്പക്കാരനെ. ഒരു സ്നാപ്പ് കൂടി എടുത്തോട്ടെ. രാമേന്ദ്ര, നമുക്കൊന്ന് പോസ് ചെയ്തേ. അതെ, കാർന്നതൊക്കെ മതി. ഇപ്പൊ തന്നെ നടക്കണം. നടക്കാറായി ആനകളെ ദൈവം നടന്നത്. സമയം വന്നോ, ഒരല്പം കൂടി കാത്തു. പറ്റില്ല, ഇപ്പൊ തന്നെ നടക്കണം. അവനിനി വല്ല അവൻ മുങ്ങിയതാ. അനുരുദ്ധ മുതലാളി എന്ന് പറഞ്ഞ അവന് ഭയങ്കര പേടിയാ. അവൻ ഞാൻ പറഞ്ഞില്ലേ ഇവൻ വരും സ്ഥലം. എന്നാ നമുക്കങ്ങനെ തുടങ്ങല്ലേ. വടക്കേക്കര ബലരാമൻ, വലിയടത്ത് അനിരുദ്ധന്റെ തലയെടുപ്പുള്ള കൊമ്പൻ, തനി ബീഹാറുകാരൻ, ഈ നാട്ടുകാരനായി വരുന്നതേയുള്ളൂ. ഇതുവരെ 13 ഉത്സവങ്ങൾ, അതിൽ 10ലും തിടമ്പ്. മാമ്പള്ളി അർജുനൻ, മാമ്പള്ളി രമേശന്റെ ഒരേ ഒരു ഏമന എഴുന്നള്ളിക്കുന്ന എല്ലാ ഉത്സവങ്ങളിലും തിടമ്പ്. ദേവന്മാരുടെ ഉത്തമ പീഠം. നിന്ന് വീരവാദം അടിക്കാതെ വേഗം അളക്കാൻ നോക്കണോ. മനസ്സിലായില്ലേ? ഇല്ല. തലയെടുപ്പ് ഇതുപോലെ അറിയാതെ. എടോ പുളിക്കത്തറേ, ഉയർന്നു നിൽക്കുന്ന കുന്നുപോലെയായിരിക്കണം ആനയുടെ തലയെടുപ്പ്. അതിനു മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാവണം തിടമ്പ്. അതാണ് ശാസ്ത്രം. ആന സ്വയം വേണം തലയുയർത്തി നിൽക്കാൻ, അല്ലാതെ തോട്ടി കൊണ്ടിങ്ങനെ കുത്തി പൊക്കിയല്ല വേണ്ടത്. വരണത് അളവെടുപ്പ് തുടങ്ങാറേ. ആരെങ്കിലും വിളിക്കറിയോ? മതിയാ. അളന്നു കഴിഞ്ഞല്ലോ, ഇനി യോഗ്യനെ പ്രഖ്യാപിക്കുക. അളന്നു കഴിഞ്ഞപ്പോ മാമ്പള്ളി അർജുനന് 312 സെന്റിമീറ്റർ തല എടുത്തു നിൽക്കുമ്പോ, അടുത്തത് വടക്കേക്കര ബലരാമൻ 307 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ഏറ്റക്കുറച്ചില്. സംശയിക്കണ്ട, ഭഗവതിയുടെ തിടമ്പേറ്റാൻ ഉത്തമമായ മസ്തകം മാമ്പള്ളി അർജുനന്റെ തന്നെ. ആഘോഷിക്കാൻ പറ്റേ, അളവിൽ പിഴവുണ്ട്. ഈ പ്രദേശത്തെ ഉത്സവങ്ങൾക്ക് ആനകളെ അടങ്ങാറുള്ളത് പ്രസാദ് തന്നെയാണ്. ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. എന്താ അതെന്നെ അളവിൽ പിഴവ് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ചില സംശയമുണ്ട്. അതെ, എന്റെ അനിരുദ്ധ മുതലാളി അറിയാലോ, തിടമ്പ് നഷ്ടപ്പെട്ട മൂപ്പർക്ക് വലിയ കുറച്ചില്ല, സഹിക്കില്ല. അളവുകാരൻ പറയുന്നത് അവസാനത്തെ വാക്ക്. താൻ ഞങ്ങളുടെ ആനയ്ക്ക് ആ തിടമ്പൊന്ന് മാറ്റി പറഞ്ഞു. കാശ് എത്രയാന്ന് വെച്ചാൽ തരാം. ഇല്ലെങ്കിൽ അറിയാലോ, മൂർഖനാന്റെ മുതലാളി ഞാനാണല്ലേ. അടിച്ച് നിന്റെ അണപ്പല്ലിയാൻ താഴെയിടും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കണം. വീട്ടിലെല്ലാവർക്കും സുഖം? ഓ സുഖം. നമുക്ക് നമുക്ക് അങ്ങനെ കാപ്പി കുടിക്കുന്നു. അല്ല, എന്ത് പറയുന്നു? അളവ് കൃത്യമായില്ലേ? ആണല്ലോ. എന്നാ നമുക്ക് മാറി ഒന്ന് സംസാരിക്കാം. ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. അപ്പൊ കിട്ടിയില്ലേ തെക്കേക്കര ദേശത്തിന്.
രണ്ടു ദിവസത്തേക്ക് ടീച്ചർ വെള്ളം ഒന്നും കൊടുത്തു പോരുത്. അവിടെ കിടക്കട്ടെ. തലപൊക്ക മത്സരത്തിൽ ദേശക്കാർക്ക് മുമ്പ് എന്നെ മാനം കെടുത്തിയവനാ ഈ പൊന. ആ ഇയാളുടെ കണക്കെണ്ടാറുണ്ട്. ടീച്ചർ പറഞ്ഞു വിട്ടേക്ക്. ഇനി ഇങ്ങനൊരു പാപ്പാനും ഇവിടെ വേണ്ട. മുതലാളി എന്നെ പറഞ്ഞു വിടരുത്. എന്റെ കുടുംബം എഴുന്നള്ളിക്കുന്ന എല്ലാ ഉത്സവങ്ങളിലും എന്റെ ആനയ്ക്കാവണം കിടമ്പ്. അതുവഴി എനിക്കും കിട്ടണം ഒരു ഹോട്ട് പൊളിറ്റിക്കൽ പബ്ലിസിറ്റി. അനിരുദ്ധൻ ആനയെ വളർത്തുന്നത് പേരിനും പണത്തിനും വേണ്ടിയാ, അല്ലാതെ സുഖസുഖത്തേക്കല്ല. എന്താണോ ക്ഷേത്രപ്പറമ്പിൽ നടന്നത്? കാണേണ്ട കാഴ്ചയായിരുന്നു മുതലാളി. ആദ്യം നമ്മുടെ ആന തല ഉയർത്തിയ ഒരു നിൽപ്പ്. അവിടേക്ക് മാമ്പള്ളി അർജുനനെത്തി. തല ഒരൊറ്റ പൊക്ക് ടീം ദേ കിടക്കണം നമ്മുടെ ആന. അർജുനൻ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണണം മുതലാളി. ഹിമാലയം അല്ലേ? അടിയിപ്പൊ കൊണ്ടുവരേട്ടാ. അവനാ അവൻ, ആ നായിന്റെ മോൻ, ആനക്കമ്പക്കാരൻ. അവന്റെ ആരോടോ ഗൗരി? അങ്ങനെ ചോദിച്ചാ അവൻ കാരണം വഴിയാധാരമാകാൻ പോകുന്നൊരു പെൺകുട്ടി. അവരെ ഒരുമിച്ച് തുടങ്ങിയ നിർത്താലയം പൂട്ടിപ്പിച്ചത് നമ്മള് തന്നെയല്ലേ? ആനയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് മുതലാളിയെ കോടതി കയറ്റിയെന്നുള്ള തിരിച്ചടിയായി എന്തേ ഇപ്പോഴും കൊണ്ട്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ആനസംഘ ഉടമ മെമ്പർ, സൊസൈറ്റി ബാങ്ക് പ്രസിഡന്റ്, അങ്ങനെ അങ്ങനെ നീളുന്ന രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ഉള്ളത് അതിന് തന്നെയാണോ? ഇടഞ്ഞു നിൽക്കുന്നവരെ കൂച്ചു വിലങ്ങിട്ട് തളയ്ക്കാൻ. തന്നെ നോവിച്ചാൽ എനിക്ക് നോവില്ലടോ. അതുപോലെ പ്രസാദിനും നോവും. അവളെ നോവിച്ചാൽ ഇയാൾ ഇനിയും വാങ്ങിക്കും. എന്താണോ? ഒന്നുമില്ല. ചെറിയമാവ എന്തായി? അളക്കലൊക്കെ കഴിഞ്ഞോ? അളക്കലോ? എന്തളക്കല്? വേണ്ട വേണ്ട, കിടന്ന് ഉരുളൊന്നും വേണ്ട. ഞങ്ങളെല്ലാം അറിഞ്ഞു. ഇവിടെ വന്നിരുന്നവര് കോഴ തരാൻ. കോഴേ? അതൊക്കെ പോട്ടെ, എന്റെ ഏട്ടൻ അറിഞ്ഞോ? വല്യമ്മാവനല്ല അറിഞ്ഞു. മറക്കാതെ പച്ചക്കറി വാങ്ങിയില്ലേ? ഈ വക്കീലിന്റെ ചന്തയിപ്പോക്ക് ഒഴിവാക്കി. ഇതെന്താ മുരിങ്ങിക്ക? അല്ല, കലണ്ടറാ. കലണ്ടറാ? ഇതെന്ത് ചേന? അല്ല, ഒരാനയാ. നമുക്ക് അവിടെ വെക്കാം. സരസു, അത്താഴത്തിന് ഈ ആന നുറുക്കി നമുക്ക് തോരൻ വെക്കാം. ഇതെവിടുന്ന? നിന്റെ അനിയന്റെ സമ്മാനം. ഉണ്ണിയമ്മോ, പേടിച്ചു പോയി. എന്റെ ഉണ്ണിയമ്മയ്ക്ക് ഞാൻ എന്താ കൊടുന്നിരിക്കുന്നത് നോക്കിയേ. സാക്ഷാൽ ഗുരുവായൂർ കേശവൻ. ഇതിന് പകരം ഒരു ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വാങ്ങിച്ചുകൂടായിരുന്നു നിനക്ക്? അമ്മ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല കേശവൻ. അമ്മ കേട്ടിട്ടില്ലേ, ദിവ്യത്വമുള്ള ആനയാ. കേശവന്റെ കഥകൾ കേൾക്കണം. ഒരു ദിവസം എഴുന്നള്ളിപ്പ് കേൾക്കണ്ട നിന്റെ ഈ ആന കഥകള്. നീ ഈ ആനകളുടെ പുറകെ നടന്ന് ഞങ്ങളെ തീ തീറ്റിക്കുന്നതിന് പകരം നിന്റെ ഏട്ടനെ ഒന്ന് സഹായിച്ചുകൂടെ കൃഷിപ്പണിക്ക്? നല്ല കഥയായി. ഇപ്പോഴത്തെ ജോലി എന്താ അത്രയ്ക്ക് മോശ? ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരമ്പട്ട സബ് കോൺട്രാക്ടറാണ് ഞാൻ. ഗുരുവായൂരപ്പന്റെ ആനകൾക്ക് അന്ന എത്തിച്ചു കൊടുക്കാന്ന് വെച്ചാലേ അതിലും വലിയ പുണ്യം വേറെ എന്താ ഉള്ളത്? അമ്മ നോക്കിക്കോ, ഈ മുറ്റത്തൊരു ആനപ്പന്തി, അതിൽ നിറയെ കൊമ്പന്മാര്, അതിലേറ്റവും കേമന്റെ പുറത്ത് എന്റെ അമ്മയിരുത്തി ഈ നാട് മുഴുവൻ ഒന്ന് കറക്കി ഗുരുവായൂർ കൊണ്ട് തോന്നിക്കും ഞാൻ. അമ്മ നോക്കിക്കോ. പോയ എനിക്ക് 100 കൂട്ടം ജോലിയുള്ളതാ. ഇന്ന് പുതിയൊരു ആനക്കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അമ്മ ഇത് പിടിച്ചേ. പുതിയൊരു ആനക്കഥ പറഞ്ഞുതരാം. ഒരിടത്തൊരിടത്തൊരു ആനയുണ്ടായിരുന്നു. അവനാണ് തിരുനക്കര കൊച്ചുകൊമ്പൻ. എന്താ ആനന്നറിയാമോ? ഒരു 10-10.25 അടി. നല്ല കരിവീട്ടിയുടെ നിറം, നല്ല കൊമ്പും ചെവിയും തലയും. ഉത്സവലഹരിയിൽ ആറാടി അങ്ങനെ തല പൊക്കി പിടിച്ച് ആളുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കുണുങ്ങി 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 ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ആ ഉത്സവപ്പറമ്പിലേക്ക് അച്ഛന്റെ കയ്യും പിടിച്ച് ഒരു 7 വയസ്സുകാരൻ പയ്യൻ ഇങ്ങനെ ആനയെ കാണാൻ വരികയായിരുന്നു. പെട്ടെന്ന് അത് സംഭവിച്ചു. ആന ഇടഞ്ഞു, ആളുകൾ ചെതറി ഓടി. അച്ഛന്റെ പിടിവിട്ട് കൂട്ടം തെറ്റി ആ പയ്യൻ എത്തിപ്പെട്ടത് എവിടെയാണെന്നറിയാമോ? മതം പിടിച്ചു നിൽക്കുന്ന ആനയുടെ തൊട്ടു മുമ്പിലേക്ക്. ആന ഇവിടെ, പയ്യൻ ഇവിടെ. ആന അടുത്തടുത്തേക്ക് വന്നു, തൊട്ടടുത്തെത്തി. അവൻ പേടിച്ചു വിറച്ചു, കാലങ്ങട് പൊക്കി. പക്ഷെ ചവിട്ടിയില്ല. എന്നിട്ട് ആ പയ്യൻ രക്ഷപ്പെട്ടു. അന്ന് ആ കൊച്ചുകൊമ്പന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആ 7 വയസ്സുകാരൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് പ്രസാദ മാമൻ. അതെങ്ങനെ മനസ്സിലായി? ഇതിന് 1000 തവണ പറഞ്ഞല്ലേ? ആണോ? എങ്കിൽ വേറൊരു കഥ പറയാം. തെങ്ങണ ഗോപാലൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീയോ വഷളായി. വേണ്ടാത്ത കഥകൾ ഓതിക്കൊടുത്ത് ഈ പിള്ളേരെ കൂടെ വഴിതെറ്റിക്കരുത്. അളിയ, ഇതൊക്കെ വെറും ആനക്കഥകളല്ലേ? മതിയിലോ? ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം എന്ന് ടീച്ചർ ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞെന്താണെന്ന് അറിയോ? ആനപ്പാപ്പാനാവണം. നല്ല കാര്യല്ലേ? വളരെ നല്ല കാര്യമല്ലേ? നാട്ടുകാരനാ പാപ്പാന്റെ അപ്പാന്ന് വിളിക്കുന്നത്. എഴുന്നേറ്റ് പോ, എഴുന്നേറ്റ് പോയി പഠിക്കാം.